അപ്പോഴേ സിബിയച്ചാ, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചന വരുവാണെന്ന്, ഇന്ന് നമുക്ക് കുറച്ച് പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചാലോ. എന്നുവെച്ചാൽ അച്ഛന്റെ ഇടവകയായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പാവപ്പെട്ടവരുണ്ടെന്ന് ഞാൻ അറിയുകയാണ്. അപ്പം എനിക്ക് വലിയ ആഗ്രഹമാണ് ഇങ്ങനെ ചാറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പം അച്ഛനെ എന്നെ സഹായിക്കണം. അപ്പം അച്ഛന് ഏറ്റവും താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നമുക്കൊരു യാത്ര പോകുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ഞാൻ അറിയുന്ന ഒരു പ്രിയപ്പെട്ട ഒരു കുടുംബമുണ്ട്. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോയാൽ ഇന്ന് തീർച്ചയായിട്ടും എന്തായാലും നമുക്കിന്ന് വേറെ പ്ലാനുകളും പദ്ധതികളൊന്നും ഇല്ല. ദൈവത്തിന്റെ ഒരു കരുതൽ എന്ന നമുക്ക് ഇന്ന് അവരെ പോയി സന്ദർശിച്ചു കളയാം. വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ്. വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് സഹായം ആവശ്യമുള്ള വളരെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അവര് ദൈവത്തിന്റെ സന്നിധിയിലെ അനേക ആളുകളുടെ സഹായം കൊണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അവർ കാണുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കാനും അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പകർന്നു കൊടുക്കാനും തക്കമുള്ള തീർച്ചയായിട്ടും ഒരു കൈത്താങ്. നമ്മൾ വലിയ പ്രതീക്ഷകളൊന്നും കൊടുക്കുന്നില്ല, എന്നാലും ഒരു കൈത്താങ് നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം അല്ലേ? നമുക്കൊന്ന് പോയാലും തീർച്ചയായിട്ടും വീട്ടിലൊന്ന് കാണാം. ലെറ്റ്സ് ഗോ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ കൈപ്പേറിയ ഒരു ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രിയമുള്ളവരെ, ഒരു സ്നേഹഭവനത്തിലേക്കാണ്, അനേകരുടെ സ്നേഹത്തെ പങ്കുവയ്ക്കുന്ന ഒരു ഭവനത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ആ സ്നേഹ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അനേക സുമനസ്സുകളുടെ കാരുണ്യത്താൽ ഒരു ഭവനം ഈ സഹോദരങ്ങൾക്ക് നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നവർ അവരുടെ ഭാഷയിലെങ്കിലും സന്തോഷത്തോടെ ആ ഭവനത്തിൽ സുരക്ഷിതരായി താമസിക്കുകയാണ്. സ്കൂൾ പഠനകാലത്ത് അവരൊക്കെ ആരോഗ്യത്തോടെ നടന്നിരുന്ന ഒരു കാലത്തെ അവർ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. ഈ കാണുന്നത് അവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും ചിത്രങ്ങളൊക്കെയാണ്. അവർ സന്തോഷത്തോടെ അതിനെ പരിചയപ്പെടുത്തി. ഇപ്പോൾ അവർ 3 സഹോദരങ്ങൾ വേദനയോടെ കഴിയുന്ന ഭവനമാണിത്. ഇത് അവരുടെ മൂത്ത സഹോദരനാണ് ചന്ദ്രേട്ടൻ. 10-42 വർഷത്തോളം ഒറ്റക്കിടക്കയിൽ കിടന്നു. 4 സഹോദരങ്ങളാണ് ഇവർ. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള മരുന്നോ ഭക്ഷണമോ അങ്ങനെ കിഡ്നിക്കൊക്കെ തകരാറ് വന്നു. അങ്ങനെയാണ് പല ശാരീരികമായ 7 വർഷമായ കടപ്പിലായിരുന്നു. ഏട്ടൻ 40-45 വർഷമായിട്ട് അനങ്ങാതെ കടപ്പിലായിരിക്കുന്നു. ഈ അസുഖം തന്നെ 18 വയസ്സിൽ ഏട്ടനാണ് ആ കാലത്ത് SSLC ഫുള്ള് മാത്രം പാസ്സായില്ല. കണ്ടില്ലേ ഒരു മാലാഖ. അവർ അതിരാവിലെ വന്ന് ഇവർക്കുള്ള ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു. അവർ വന്നില്ല എങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുകയില്ല, ശരീരം വൃത്തിയാക്കാൻ ഒക്കുകയില്ല, അവർക്ക് യാതൊരു കാര്യവും നടക്കുകയില്ല. ആ സഹോദരി വളരെ ദൂരത്തു നിന്ന് രാവിലെ വന്ന് ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് പരിചരിച്ച് നൽകുന്നു. ദൈവസൃഷ്ടികളെ സ്നേഹിക്കുക നമ്മുടെ ദൗത്യമാണ്. നമ്മൾ കണ്ട ആ സ്നേഹവീട് കണ്ടില്ലേ? 3 സഹോദരങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഒരു മാലാഖ അവരെ ശുശ്രൂഷിക്കുകയാണ്. അനേകരുടെ സഹായത്താലും സ്നേഹത്തിൻ്റെ പങ്കുവെക്കലാലും ഒരു കൊച്ചു ഭവനം അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്തു. അവരുടെ അപ്പനും അമ്മയും ഇന്ന് അവരുടെ കൂടെയില്ല. അവർക്കെല്ലാം വില ആയിരുന്ന മൂത്ത സഹോദരൻ ചന്ദ്രേട്ടൻ